നിങ്ങളെന്താ പാർട്ടി പത്രം നിർത്തിയാ? അത് നിർത്തി. അവന്മാർക്ക് തോന്നിയ പോലെയാണ് നിലപാട്. ഇന്നലെ എഴുതിയ വാർത്ത ഇന്ന് മാറ്റി എഴുതും. അപ്പൊ അത് നിർത്തി കഴിഞ്ഞാൽ പകുതി സമാനമുണ്ട്. വേറെ പത്രം വായിക്കുകയാണെങ്കിൽ വിവരം വല്ലതും അറിയാലോ. പിന്നെ ഞങ്ങൾക്ക് പാർട്ടിക്കാർക്ക് പറയാനുള്ളത് പാർട്ടി സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും പത്രസമ്മേളനം വിളിച്ചു പറയും. അതാണ് ഞങ്ങളുടെ നിലപാട്. പത്രം വായിച്ച വലിയ അപകടമാണ്. പത്രത്തിൽ വരുന്നത് വിശ്വസിച്ചാൽ പിന്നെ ന്യായീകരിക്കാൻ ആളെ കിട്ടാണ്ടാവും. അപ്പൊ വിദേശ നിക്ഷേപം നിങ്ങളുടെ നേട്ടാണെന്നല്ലേ നിങ്ങൾ അന്ന് പറഞ്ഞേ? അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞേ. ഞങ്ങളുടെ ലേഖകന് ചെറിയ അബദ്ധം പറ്റി. സർക്കാർ മാറിയത് അദ്ദേഹം അറിഞ്ഞില്ല. അതുകൊണ്ട് വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം മുൻ സർക്കാരിന്റെ നേട്ടമാണെന്ന് എഴുതി. 2 ദിവസം കഴിയുമ്പോൾ പാർട്ടി നിലപാട് തിരുത്തിയില്ലേ? ഞങ്ങൾ നിലപാട് തിരുത്തി. ഞങ്ങളുടെ പത്രത്തിനാണ് തെറ്റുപറ്റിയത്, ഞങ്ങൾക്കല്ല. ഇന്നത്തെ കടൽക്കൊള്ള അന്ന് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് ഭയങ്കര പൊന്തൂവലായിരുന്നല്ലോ. ആ 2015 ഞങ്ങൾക്ക് അത് കടൽക്കൊള്ളയായിരുന്നു. 6000 കോടി രൂപയുടെ അഴിമതി ഞങ്ങൾ ആരോപിച്ചതാണ്. പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങൾക്ക് കടൽ കൊള്ളാം, നല്ല വികസനമായിരുന്നു. വികസനത്തിന്റെ പൊൻതൂവലായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. വീണ്ടും സർക്കാർ മാറിയപ്പോൾ കടൽ ഒട്ടും കൊള്ളൂല. ഭയങ്കരമായ അഴിമതി. എട്ടുകാലി മമ്മൂഞ്ഞെന്ന് കേട്ടിട്ടില്ലേ? അതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ മാത്രം കുറെ പദ്ധതികൾ ഉണ്ടാവും. ഞങ്ങൾക്ക് അതൊരു ഹരമാണ്. ഞങ്ങളായിട്ടൊരു പദ്ധതിയും കൊണ്ടുവരില്ല. അന്ന് അദാനിയപ്പോ നിങ്ങളെ പാർട്ട്ണർ ആയിരുന്നില്ലേ? അന്ന് പാർട്ട്ണറൊക്കെ ആയിരുന്നു. ആ 10 വർഷക്കാലത്തെ മധുവിധു കഴിഞ്ഞു. മനസ്സിലായോ? ഇപ്പൊ ഞങ്ങൾ പുറത്താവുമ്പോ കൊണ്ടുവരുന്ന ഓരോ വിദേശ നിക്ഷേപവും ഫ്രാഡ് അദാനിയുടെയാണ്. സമരം ചെയ്ത് ഞങ്ങൾ തൊലയ്ക്കും. 10 വർഷക്കാലം ഞങ്ങൾ പാർട്ട്ണർ എന്ന് വിളിച്ചപ്പോ സന്തോഷം കിട്ടിയില്ലേ? പാർട്ടി ആഫീസിൽ ഞങ്ങൾ സ്വീകരണം ഒരുക്കിയില്ലേ? ഞങ്ങളുടെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണെന്ന് അദാനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ലേഖനം എഴുതിയില്ലേ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഞങ്ങളെയും കൂടി പരിഗണിക്കണ്ടേ? ഞങ്ങൾ കോൺക്ലേവ് നടത്തിയതല്ലേ വിദേശ നിക്ഷേപത്തിന് വേണ്ടി? 49 കോടി രൂപ എഴുതി തള്ളിക്കൊടുത്തതല്ലേ? 2060 വരെ കാലാവധി നീട്ടിക്കൊടുത്ത ഞങ്ങളെ മറക്കാമോ? MSCയുടെ കപ്പൽ കേരള തീരത്ത് മറിഞ്ഞു ചാടി പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു കേസ് പോലും എടുക്കാതെ 2.5 മാസം സഹായിച്ച ഞങ്ങളെ മറന്നിട്ട് വിദേശ നിക്ഷേപം വരുമ്പോ അത് പുതിയ സർക്കാരിന്റെ നേട്ടമാണെന്ന് പറഞ്ഞാൽ സഹിക്കൂല. കുടുംബസമേതമല്ലേ തൊപ്പിയും വെച്ച് കോട്ട് പോയി കാപ്പിയും കുടിച്ച് പിന്തുണ പ്രഖ്യാപിച്ചത്? ഒരു മര്യാദ വേണ്ടേ? പരിഗണിക്കണ്ടേ ഞങ്ങളെ? മത്സ്യത്തൊഴിലാളികളെ വെള്ളത്തിൽ മുങ്ങി മരിച്ചപ്പോ ഞങ്ങളും BJP-ക്കാരും കൈകോർത്ത് പിടിച്ചാണ് ഈ ഫ്രാഡ് അദാനിയെ അന്ന് സംരക്ഷിച്ചത്. അന്ന് ഞങ്ങളുടെ പാർട്ട്ണറായിരുന്നു. ഇന്ന് ഞങ്ങളുടെ പാർട്ട്ണറല്ല. സമരം ചെയ്ത് തൊലയ്ക്കും ഞങ്ങള്. വാരിക്കുന്തം എറിഞ്ഞ് കടലിൽ വീഴ്ത്തിക്കളയും. തുറമുഖമല്ല, കപ്പലല്ല, എന്ത് തേങ്ങയായാലും ഞങ്ങളുടെ സമരത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു കോർപ്പറേറ്റിനും സാധിക്കില്ല. മുതലാളിത്തം തൊലയട്ടെ, ബൂർഷാസികൾ തൊലയട്ടെ. അവസാന ബൂർഷാസിയെയും വീഴ്ത്തുന്നത് വരെ ഞങ്ങളുടെ വാരിക്കുന്തം ഞങ്ങൾ രാഗി മിനുക്കി എറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഒന്നുകൂടി പാർട്ടി ഓഫീസിൽ വന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? ചിലപ്പോ തീരും. 2015 ഡിസംബർ മാസം 5-ാം തീയതി ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കയറിയില്ലേ? സാക്ഷാൽ അദാനി കയറിയ ആദ്യത്തെ പാർട്ടി ഓഫീസ് ഞങ്ങളുടെയാ ഈ രാജ്യത്ത്. ഒന്നുകൂടി വന്ന ചിലപ്പോ പരാതിയൊക്കെ മാറും. വീണ്ടും ഞങ്ങൾ പാർട്ട്ണറാക്കാം. പക്ഷെ വരണം.